നമസ്കാരം. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലടക്കം കേരളത്തിലെ മാധ്യമങ്ങളിലടക്കം ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാരണമുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ CJ റോയിയുടെ ദുരൂഹമായ ആ ഒരു ആത്മഹത്യ സംബന്ധിച്ചിട്ടാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പിന് കേരളത്തിലടക്കം പല കെട്ടിടങ്ങളും പല വസ്തുക്കളും ഉണ്ടെന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാജ്യത്തടക്കം വലിയൊരു വിപുലമായ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കിയ ഒരു വ്യക്തിയാണ് ഈ CJ റോയ് എന്ന് പറയുന്നത്. പക്ഷേ ആദായനികുതി വകുപ്പിനെ ഭയന്നുകൊണ്ട് എന്തോ ഒരു കാര്യം മറയ്ക്കാൻ വേണ്ടി CJ റോയ് സ്വന്തമായി തന്നെ നിറവഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. അതെന്താണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാണ് അന്വേഷണ ഏജൻസികളടക്കം സോഷ്യൽ മീഡിയ അടക്കം ജനങ്ങളടക്കം ഉന്നയിക്കുന്നത്. കാരണം പാവപ്പെട്ടവരെ അടക്കം സഹായിക്കുന്നു, പലതരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തോ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ വെട്ടിപ്പ് CJ റോയ് നടത്തിയിട്ടുണ്ടോ എന്നടക്കം ഒരു സംശയമുണ്ട്. കാരണം ദുബായിലടക്കം അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം വിപുലീകരിക്കാനായിട്ട് ഒരു നീക്കം നടത്തിയപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ പിഴച്ചു എന്ന കേന്ദ്ര ഏജൻസികൾക്ക് മനസ്സിലായതോടുകൂടിയാണ് CJ റോയുടെ മേലിലേക്ക് കേന്ദ്ര ഏജൻസികളും കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും ഒരു സ്കാനിങ് അല്ലെങ്കിൽ ഒരു നേര് അതിലേക്ക് കൊണ്ട് പതിച്ചത്. അങ്ങനെയാണ് CJ റോയുടെ അടുത്ത വൃത്തങ്ങളെയൊക്കെ അടക്കം ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ചോദ്യം ചെയ്തു. അങ്ങനെയാണ് നേരെ ദുബായിലുണ്ടായിരുന്ന CJ റോയിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ ലോക്കർ പരിശോധിക്കണം, രേഖകൾ പരിശോധിക്കണമെന്ന് ആദായ നികുതി വകുപ്പ് പറഞ്ഞത്. കുറച്ച് മാസത്തിന് മുന്നേ ഇതുപോലെ ആദായ നികുതി വകുപ്പ് ഒരു പരിശോധനയൊക്കെ നടത്തിയപ്പോഴാണ് CJ റോയ് ഇതുമായി ബന്ധപ്പെട്ട അവരുടെ ലീഗൽ അഡ്വൈസറെ വെച്ചിട്ട് കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചത്. അങ്ങനെ ഈ സ്റ്റേ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പ് കോടതിക്ക് തിരിച്ചൊരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു ഹർജി കൊടുത്തപ്പോൾ ആ സ്റ്റേ കോടതി നീക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നേരത്തെ റെയ്ഡ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പല രേഖകളും പല ഫയലുകളും അടക്കം പല ലോക്കറുകളും അടക്കം ആദായ നികുതി വകുപ്പ് റൂമിൽ വെച്ച് പൂട്ടി സീൽ ചെയ്തിരുന്നത്. അത് വീണ്ടും തുറന്ന് വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ദുബായിലുള്ള CJ റോയെ വിളിച്ചു വരുത്തിയത്, ബംഗളൂരിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗളൂരിലെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ അല്ല ഈ റെയ്ഡിലേക്ക് കൊണ്ടുവന്നത്. പകരം കൊച്ചിയിലുള്ള ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെയാണ് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയത്. കാരണം CJ റോയ്ക്കും അല്ലെങ്കിൽ CJ റോയുടെ അടുത്ത വൃത്തങ്ങൾക്കും ബംഗളൂരിലെ IT ഉദ്യോഗസ്ഥരുമായിട്ട് വലിയ ബന്ധമുണ്ടോ എന്നൊരു സംശയം കേന്ദ്ര ഏജൻസികൾക്ക് അതിലെ ഉന്നത വൃത്തങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് ആരെങ്കിലും, അതായത് റെയ്ഡ് നടക്കാൻ പോകുന്നു എന്ന വിവരം CJ റോയെ വിളിച്ച് ഇൻകം ടാക്സിലെ ഉദ്യോഗസ്ഥർ, അതായത് ബംഗളൂരിലെ IT ഉദ്യോഗസ്ഥർ പറയുമോ അല്ലെങ്കിൽ ഈ റെയ്ഡ് വിവരം ചോരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിലുള്ള കൊച്ചിയിലുള്ള IT ഉദ്യോഗസ്ഥരെ ബംഗളൂരിലേക്ക് വിട്ട് റെയ്ഡ് കേന്ദ്ര സർക്കാർ നടത്തിയത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അരുൺ രാഘവ് എന്നൊരു മാധ്യമ പ്രവർത്തകൻ, ദുബായ് ബേസ്ഡ് ജോലി ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകന് CJ റോയ് ഒരു പോഡ്കാസ്റ്റ് നൽകിയിരുന്നു. ആ പോഡ്കാസ്റ്റിൽ അദ്ദേഹത്തിന്റെ ഒരു 1.5-2 മണിക്കൂറുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ്. അദ്ദേഹം കംപ്ലീറ്റ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി പറയുന്നത്. അദ്ദേഹം ആദ്യം ഒരു 800 മാരുതി കാർ വാങ്ങിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെ വച്ചടി കയറ്റമുണ്ടായിരുന്നു, അദ്ദേഹം എങ്ങനെ ഈ ബിസിനസ് മേഖലയിലേക്ക് വന്നു എന്നടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ മാരുതി 800 കാർ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അന്വേഷിച്ചിറങ്ങി അവസാനം 10 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഈ മാരുതി കാർ വാങ്ങി എന്നടക്കമുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഈ അരുൺ രാഘവനോട് ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നു, എപ്പോഴാണ് ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നടക്കം പല കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അരുൺ രാഘവ് പറയുന്നുണ്ടായിരുന്നു ഇത്രാം തീയതി ഇത് അപ്ലോഡ് ചെയ്യും എന്നടക്കം പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസമൊക്കെ ആയപ്പോഴാണ് അരുൺ രാഘവിനെ CJ റോയ് ഫോൺ വിളിച്ചിട്ട് പറയുന്നു, ആ വീഡിയോ നിങ്ങൾ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണം, നിങ്ങളിപ്പോ അപ്ലോഡ് ചെയ്യണ്ട, കാര്യം ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞിട്ട് അത് അപ്ലോഡ് ചെയ്താൽ മതി എന്ന് CJ റോയ് അരുൺ രാഘവനോട് പറഞ്ഞു എന്നാണ് അരുൺ രാഘവനിലെ സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവച്ച ഒരു കുറിപ്പിൽ പറയുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ IT ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളോ അറിയാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം CJ റോയ് ആ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് CJ റോയ് പറഞ്ഞത്. അല്ലായിരുന്നുവെങ്കിൽ CJ റോയ്ക്ക് അങ്ങനെ ഫോൺ വിളിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്. ഈ പോഡ്കാസ്റ്റ് എങ്ങാനോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അവർ അതിൽ എന്തെങ്കിലും ഒരു അന്വേഷണം അല്ലെങ്കിൽ ആ ത്രെഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചൊരു അന്വേഷണം നടത്തും. അപ്പോൾ എന്തോ ഒരു വലിയ ദുരൂഹമായ സംഭവം
കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ CJ റോയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമാ മേഖലയിലടക്കം രാഷ്ട്രീയ മേഖലയിലടക്കം നടന്നിട്ടുണ്ട്. അത് പുറത്തു വന്നാൽ അത് വലിയൊരു കോളിളക്കം സൃഷ്ടിക്കും. അല്ലെങ്കിൽ പല വ്യക്തികളെയും പിടിച്ചു കുലുക്കും, അല്ലെങ്കിൽ പല വ്യക്തികളുടെയും ഈ നല്ല മുഖം പുറത്തേക്ക് വരും എന്നൊരു സംഭവം യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടായിരിക്കണം CJ റോയ് തന്നെ ആ ഒരു സംഭവം, അല്ലെങ്കിൽ ആ ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു വസ്തുത മറച്ചു വയ്ക്കാനായിട്ട് അദ്ദേഹം തന്നെ സ്വന്തമായി നിറവൊഴിച്ച് ആത്മഹത്യ ചെയ്തത് എന്ന് പറയേണ്ടി വരും. അതിന് അന്വേഷണത്തിലൂടെ മാത്രമേ എന്തുകൊണ്ട് CJ റോയ് വെടിവെച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് CJ റോയ് സ്വയം നിറവഴിച്ച് ആത്മഹത്യ ചെയ്തു, ആ രഹസ്യം എന്താണ് എന്ന് പുറത്തേക്ക് വരണമെങ്കിൽ വ്യക്തമായ ഒരു അന്വേഷണം, നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഇതിന് ആവശ്യമാണ്.